ഹായ്, ഇന്നത്തെ റെസിപ്പി ഓറിയോ ചോക്ലേറ്റ് മൂസ് ആണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ക്രീമൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ 1 ടീസ്പൂൺ ബട്ടർ വേണം. വിപ്പിംഗ് ക്രീം വേണം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വേണം ഇതിൽ നിന്ന്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇതിൽ ഷുഗറും വാനില എസൻസും ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൽ ഷുഗറും വാനില എസൻസ് ഇല്ലെങ്കിൽ കുറച്ച് പൗഡർ ഷുഗറും വാനില എസൻസും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് സിറപ്പ് വേണം, ചോക്ലേറ്റ് സിറപ്പ്. ഫസ്റ്റ് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഈ 4 ടേബിൾ സ്പൂണിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി മാറ്റി വെക്കാം. ഇത് ക്രീമിലേക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ബട്ടറും ബിസ്ക്കറ്റ് പൊടിച്ചതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇതിനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തണുത്ത ക്രീമാണ്. അതുപോലെ ക്രീം ബീറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ബൗളും വിസ്കും 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായി ബീറ്റായി കിട്ടും. ഫസ്റ്റ് ഇത് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇത് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര എസൻസും ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആവണം. ഇനി ഈ ക്രീമിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബാക്കിയുള്ള ബിസ്ക്കറ്റ് പൊടിച്ചതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് മൂസ് മോൾഡ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ് ആയാലും മതി. ഇനി ഈ ബിസ്ക്കറ്റ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇതുപോലെ എല്ലാം റെഡിയാക്കാം. ഇതിനി മാറ്റി വെക്കാം. ഈ ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി മോൾഡിന്റെ ഉള്ളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഓറിയോ ചോക്ലേറ്റ് മൂസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നവരെ ബൈ.